നമുക്കറിയാം, കരുവന്നൂരിലെ സഹകരണ ബാങ്ക് കൊള്ള എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ള എന്ന് വേണമെങ്കിൽ പറയാം. 300 കോടി രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നുള്ളത്. നമുക്കറിയാം, ഇതിലിപ്പോൾ എം പി പ്രതിയാണ് രാധാകൃഷ്ണൻ, അതുപോലെ MM വർഗീസ്, അതുപോലെ നമ്മുടെ പഴയ മന്ത്രി AC മൊയ്തീൻ. ഇതൊന്നും മാത്രമല്ല, കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ ഈ ബാങ്കിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് മുഴുവൻ പ്രവർത്തനവും. ബിന്ദു മന്ത്രിയുടെ പ്രവർത്തനം നടന്നതൊക്കെ ഈ ബാങ്കിലെ കാശ് കൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. സഹകരണ ബാങ്കുകളിൽ പോകാത്തവരായിട്ട് നമ്മുടെയൊക്കെ പ്രദേശത്ത് വളരെ കുറച്ച് ആളുകളുണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു കാരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. സഹകരണ ബാങ്കുകൾ ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു കേന്ദ്രമാണ്. സമ്പദ് വ്യവസ്ഥയുടെ ഒരു ക്രയവിക്രയങ്ങളുടെ ഒരു കേന്ദ്രമാണ്. കാരണം നാട്ടിൽ തന്നെ ആളുകളുടെ പണം അത് ലോണുകളിലൂടെയും മറ്റു പല പദ്ധതികളിലൂടെയും ക്രയവിക്രയങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ ലാഭം വീണ്ടും ഈ ബാങ്കിലേക്ക് എത്തുകയും ബാങ്ക് വഴി വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന വളരെ സുതാര്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് സഹകരണ ബാങ്കുകൾ നാട്ടിലെ. പലപ്പോഴും നാട്ടിലെ ആളുകൾ തന്നെയൊക്കെ ആയിരിക്കും ഈ സഹകരണ ബാങ്കിൻ്റെ തുടക്കത്തിലൊക്കെ ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു കേന്ദ്രം എന്ന് തീർച്ചയായിട്ടും പറയാം. അങ്ങനെയുള്ള ഈ കേന്ദ്രങ്ങളുടെ വിശ്വാസ്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ED കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സമർപ്പിച്ചു തീർച്ചയായിട്ടും കേരള സമൂഹം ഞെട്ടിയത് അതിൽ K രാധാകൃഷ്ണൻ്റെ പേര് കണ്ടപ്പോഴാണ്. മുൻ മന്ത്രിയും അതുപോലെ തന്നെ CPM-ൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള AC മൊയ്തീൻ്റെ പേര് വന്നിരിക്കുന്നു. അങ്ങനെ CPM-ൻ്റെ നേതാക്കൾ, എന്തിനേറെ പറയുന്നു, CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഈ തട്ടിപ്പിലെ പ്രതിയായി ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ വന്നിരിക്കുന്നു. CPIM-ന് ഇതുമായി ബന്ധപ്പെട്ട് ED-യുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളും പറയാനുണ്ട്. അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി ആരോപണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പറയാനുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്ക് സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM-ന് ബന്ധമില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റാത്ത സ്ഥിതി തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു CPM-ൻ്റെ നേതാക്കളുണ്ട്. തീർച്ചയായിട്ടും ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ അത് ഈ സമ്പദ് വ്യവസ്ഥയെ തകർത്തതിനേക്കാൾ ഉപരി സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതുമാത്രമല്ല, ഈ പാവപ്പെട്ട ആളുകൾ ഗൾഫിലും മണലാരണ്യത്തിലും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പണം അത് 300 കോടി രൂപയിലധികം വരുന്ന വലിയ തട്ടിപ്പ്, പകൽ കൊള്ള, ഇത്രയും വലിയ പകൽ കൊള്ള നടത്തിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് പ്രതിരോധത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ, എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ഇതിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷൻ ലീഡർ സ്ക്വയറിൽ ശനിയാഴ്ച വൈകിട്ട് പ്രതിഷേധം നടന്നു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ പങ്കെടുത്തു. ഇതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇതൊരു പകൽ കൊള്ളയാണ്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. കേരളത്തിനകത്തെ സഹകരണ ബാങ്ക് പ്രസ്ഥാനത്തെ തകർക്കാൻ നോക്കിയ ആളുകൾ ആരൊക്കെയാണ്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ ഈ പ്രതിപ്പട്ടിയിൽ ഉൾപ്പെട്ടു? ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. എന്തായിരുന്നാലും സാധാരണ ജനങ്ങൾ എത്ര പേർ ആത്മഹത്യ ചെയ്തു? ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിത്തം പറയേണ്ടത്? കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. വിവിധ മണ്ഡലം കമ്മിറ്റികളായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മളൊക്കെ പകൽ കൊള്ള എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു പകൽ കൊള്ളയെ കുറിച്ചാണ് ഇന്ന് ഞെട്ടിക്കുന്ന സംഭവമായി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇത്തരം ധർണകൾ നടത്തുന്നത്. 185 കോടി രൂപ ഒക്കെ തിരിമറി നടത്തി എന്ന് പറയുമ്പോൾ എത്രയ്ക്കും ഭയാനകമാണ് ആ തിരിമറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ചെയ്ത ആളുകൾ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 പ്രമുഖരാണ് ഈ ഇതിന് കൂട്ടുനിന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഏറെ വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, നമ്മളെ കേട്ടുകേൾവിയിൽ തൃശ്ശൂർ ജില്ലയിലോ എവിടെയെങ്കിലും നമ്മൾ ഇന്ന് വരെ പാർട്ടിക്കാർ പ്രതിയായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പാർട്ടിനെ പ്രതി ചേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിമറികൾ നടന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവിധ നിയമങ്ങളെയും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് മാറിയത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ 300 കോടി രൂപയുടെ അഴിമതിയിൽ, ബിനാമി ഇടപാടിൽ നടത്തിയ 180 കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നത് CPM-ഉം CPM-ന്റെ നേതാക്കളുമാണ്. ഇതിൽ 128 കോടി രൂപയുടെ അഴിമതി ED കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത ഈ ബിനാമി ഇടപാടിൽ തട്ടിപ്പ് നടത്തിയ അന്നത്തെ സെക്രട്ടറിമാരായ ചേലക്കരയിലെ MP-യും കേന്ദ്ര കമ്മിറ്റി അംഗമായ K രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ, അതുപോലെ വടക്കാഞ്ചേരിയിലെ മധു, അന്നത്തെ
ജില്ലാ പ്രസിഡന്റ് CPM-ന്റെ MM വർഗീസ് തുടങ്ങിയ 7 പേര് നേരിട്ട് ഈ അഴിമതിയിൽ കുറ്റക്കാരാണ് എന്ന് ED കണ്ടെടുത്തിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ അതുപോലെ ജാഥയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന 300 കോടി രൂപയുടെ കൊള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2-3 കൊല്ലമായി ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കുറ്റപത്രം ഈ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തത്. അപ്പോൾ ഫയൽ ചെയ്തപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടീനെ അതിൽ പ്രതിയാക്കിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യത്തിൽ പ്രതിയാക്കാൻ കാരണം 100-ൽ കൂടുതൽ കോടി രൂപ അതിൽ നിന്ന് ആളുകളുടെ പൈസ വെട്ടിച്ചു എന്ന് വ്യക്തമായി കാണുകയും ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളും ഭൂമികളും വാങ്ങി എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അവരെ പ്രധാനമായിട്ട് കുറ്റം ചെലുത്താനായിട്ട് കാരണം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 7 നിയോജക മണ്ഡലങ്ങൾ പ്രതികരിച്ചിട്ടാണ് ഒരു MP അവർക്ക് BJPക്കുള്ളത്. അപ്പോൾ ഇതിൽ 5 MLA-മാരെങ്കിലും കേരളത്തിൽ കൊടുക്കാമെന്നുള്ള ഒരു സെറ്റിൽമെന്റിന്റെ പുറത്ത് ഈ കളവൊക്കെ കണ്ടുപിടിച്ചിട്ട് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നൊറ്റക്കെട്ടായി നിൽക്കുമെന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. ഇതൊരു കബളിപ്പിക്കൽ തന്ത്രമാണ്. ഇവരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ്. നിയമപരമായി MP-യെയും കുന്നംകുളം MLA-യെയും ഒക്കെ ഈ കേസിൽ പ്രതിയായാൽ പിറ്റേ ദിവസം തന്നെ അവർക്കെതിരെ കോടതി നടപടികൾ എടുക്കേണ്ടതാണ്. അത് ഇതുവരെ എടുത്തിട്ടില്ല. അതൊരു ചെറിയ രഹസ്യ അജണ്ടയായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. ഒട്ടനവധി ആളുകൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു. ഇതൊക്കെ കൂടാണ്ട് നിങ്ങൾക്കറിയാമോ, ക്യാൻസർ ബാധിച്ച് പഴുത്തൊലിച്ച് അവർ പോയി പൈസയ്ക്ക് പോയപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ പൈസ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ബാങ്കും ആ ബാങ്കിന്റെ പ്രസിഡന്റും അതുപോലെ ബാങ്കിലെ കൊള്ളക്കാരും എന്ന് പറയാണ്. ഈ കേസ് ഇപ്പോഴല്ലേ പുറത്തു വന്നത്, ഇത് ഇന്നൊന്നല്ല. ഇതൊക്കെ 2010 കാലഘട്ടം മുതൽ CK ചന്ദ്രന്റെ നേതൃത്വത്തിൽ, CK ചന്ദ്രൻ അറിയാമല്ലോ, CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ ബാങ്കിന്റെ പ്രവർത്തനം നടന്നിരുന്നത്. ഇപ്പോൾ MK കണ്ണനൊക്കെ അന്ന് UDF-ന്റെ പക്ഷമായിരുന്ന കാലത്ത് അത് കഴിഞ്ഞ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോൾ ഈ ബാങ്ക് കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്ന് അദ്ദേഹത്തിനെയും അതുപോലെ തൃശ്ശൂരുള്ള അന്നത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിനെയും ഏൽപ്പിച്ചിരുന്നത്. അവർ പോയി അത് അന്വേഷിച്ച് വന്നിട്ട്, അന്ന് ഞാൻ ജില്ലാ ബാങ്കിന്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ പറഞ്ഞു വലിയ കൊള്ളയാണ് കരുവന്നൂരിൽ. അദ്ദേഹം അന്ന് പറഞ്ഞത് 400 കോടി രൂപയെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞത്.